Hi all, welcome to Competitive Cracker. ഞാൻ അപർണ സന്തോഷ്. UGC നെറ്റ് എക്കണോമിക്സ് എക്സാമിന്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എലിജിബിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് UGC നെറ്റ് എക്സാം? മിക്കവർക്കും അറിയായിരിക്കും. എന്നാൽ ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. അത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് നെറ്റ് എഴുതി കഴിഞ്ഞാൽ, അതായത് UGC നെറ്റ് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ JRF അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി, അതുപോലെ തന്നെ PhDക്കുള്ള അഡ്മിഷൻ, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നെറ്റ് എക്സാം എഴുതുക. UGC നെറ്റ് എക്സാം എഴുതുക. JRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോഷിപ്പ് ആണ്. JRF ഉണ്ടെങ്കിൽ നമുക്ക് PhDയിലേക്ക് മെറിറ്റിൽ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റി 3 വർഷം വരെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ വാലിഡിറ്റി വരുന്നത് ലൈഫ് ലോങ് ആണ് കേട്ടോ. ഇനി അഡ്മിഷൻ ടു PhDയും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഓരോ സിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത്, ഓരോ സ്റ്റേറ്റിലെ ഓരോ സിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പേപ്പർ ആൻഡ് പെൻ മോഡ് എക്സാം അല്ല, അതായത് ഓഫ്ലൈൻ എക്സാം അല്ല, ഓൺലൈൻ എക്സാം ആണ്. നമ്മൾ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ഏത് പ്ലേസിലാണ് അവിടെ പോയിട്ട് നമ്മൾ എക്സാം എഴുതുക, അങ്ങനെയാണ് ഓൺലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്. 2 ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്, അതായത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാവും. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ICT, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് പേപ്പർ 1. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആയതുകൊണ്ട് അത് MCQ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. MCQ ഏരിയാസ് മാത്രമേ ഉള്ളൂ. MCQ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ടഫാണ് അല്ലേ, കാരണം എക്കണോമിക്സ് ഓരോ എക്സാമിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. സോ നമ്മുടെ എക്സാം ടഫ് തന്നെയാണ്. നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 3 മണിക്കൂറാണ്, അതായത് 180 മിനിറ്റ്. ഓക്കെ അല്ലേ. ഇനി മാർക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ 1ൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ICT ഉണ്ട്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ജനറൽ നോളജ് ഉണ്ട്, ഇന്ത്യൻ സിലോജിസംസ് ഉണ്ട്, ഒക്കെ ചിലർക്ക് ഇതൊക്കെ കുറച്ച് പാടായിട്ട് തോന്നും അല്ലേ. റീസണിങ് ഉണ്ട്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഏരിയാസ്, അതൊക്കെ എവിടെയാണ് പേപ്പർ 1ലുണ്ട്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചാണ് നമ്മുടെ പേപ്പർ തുടങ്ങുന്നത്. ആദ്യത്തെ 5 ക്വസ്റ്റ്യനും മസ്റ്റായിട്ട് നിങ്ങൾ ആ 5 ക്വസ്റ്റ്യൻ ശരിയാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ, പകുതി കടമ നിങ്ങൾ കടന്നു കഴിഞ്ഞ് നെറ്റിലേക്കുള്ള. കാരണം 5 മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷന് 5 ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 മാർക്ക് വീതമാണ്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ്. നമ്മുടെ പേപ്പർ 1ൽ എത്ര ചോദ്യങ്ങളുണ്ട്? 50 ചോദ്യങ്ങളാണുള്ളത്. എത്ര ചോദ്യങ്ങളാണ്? 50 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം, 100 മാർക്കാണ്. പേപ്പർ 1 100 മാർക്കിൽ 50 ചോദ്യങ്ങൾ. ഇനി പേപ്പർ 2 നമ്മുടെ എക്കണോമിക്സിലേക്ക് വന്ന 100 ചോദ്യങ്ങൾ, എത്ര മാർക്ക് കിട്ടും? 200 മാർക്കിൽ. ആൻഡ് നമ്മുടെ സിലബസിനനുസരിച്ചായിരിക്കും ഇത് ചെയ്യുന്ന, PGയിലെ സിലബസിനെ ആസ്പദമാക്കിയില്ല കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2 മാർക്ക് വീതമാണെന്ന് പറഞ്ഞു. ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്കുണ്ട്. നമ്മുടെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇല്ല. ഭാവിയിൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം CSRI നെറ്റിനൊക്കെ എന്താ, നെഗറ്റീവ് ഉണ്ട്. സോ നെഗറ്റീവ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ എത്രയും പെട്ടെന്ന് നെറ്റ് ക്രാക്ക് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലേ. നെഗറ്റീവ് എന്തായാലും വരും. അതുപോലെ അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. പ്രത്യേകിച്ച് നമുക്ക് നെഗറ്റീവ് ഇല്ല. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞെന്താ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ആക്യുറസി വേണം. അറ്റംപ്റ്റ് സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോയി എക്സാം എഴുതുക. പഠിച്ചോ ഇല്ലയോ എന്നാലും ഞാൻ നടുക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ എക്സാം എഴുതാതൊന്നും ഇരിക്കരുത്. എക്സാം പോയി എഴുതിയാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ, നെറ്റ് അടുത്ത വട്ടെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മീഡിയം എന്ന് പറയുക ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലുണ്ട്. ലാംഗ്വേജ് നമ്മൾ ഇക്കണോമിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം പറയുന്നില്ല. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലുണ്ട്. നമ്മൾ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി വരികയാണെങ്കിൽ, ആംബിഗ്യൂറ്റി വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് വേർഷനാണ് നമ്മൾ ഫൈനലായിട്ട് എടുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മൊഡ്യൂൾസ് നോക്കാം. നമുക്ക് 10 യൂണിറ്റുകളാണുള്ളത്. ആദ്യ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് ആണ്. അതിനകത്ത് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് തിയറി, റിസ്ക് ആൻഡ് അൺസർണിറ്റി, ഗെയിം തിയറി, മാർക്കറ്റ് സ്ട്രക്ചർ, ഫാക്ടർ പ്രൈസിങ്, ജനറൽ ഇക്വിലിബ്രിയം, വെൽഫെയർ എക്കണോമിക്സ്, അസമെട്രിക് ഇൻഫർമേഷൻ. ഇത് കാണുമ്പോൾ എന്നാ കുട്ടി ടോപ്പിക്സുകളെ ഉള്ളൂ നമുക്ക് കാണുമ്പോൾ തോന്നും അല്ലേ. പക്ഷെ അങ്ങനെയല്ല. അവിടെ നോക്കിക്കേ, കൺസ്യൂമർ ബിഹേവിയറിൽ തന്നെ എന്തോരം സാധനങ്ങൾ പഠിക്കാണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ, ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ, നെറ്റ് എന്താണ് അത്രയും വാസ്റ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുക. ഡിമാൻഡ് എന്താണ്, കൺസ്യൂമറിനെ പറ്റി, അങ്ങനെ എല്ലാം ആദ്യം തൊട്ട് തന്നെ എന്താ പഠിച്ചു തുടങ്ങുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതായത് കൺസ്യൂമർ ബിഹേവിയർ ഒറ്റ ടോപ്പിക് ഉള്ളെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ
ഇഷ്ടം പോലെ സാധനങ്ങൾ ഈ ഒരു ഏരിയാസിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വരുമ്പോൾ എന്താണ് കോസ്റ്റ് തൊട്ട് എല്ലാ പ്രൊഡക്ഷൻ തിയറീസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആൻഡ് ഗെയിം തിയറീസിൻ്റെ ഏരിയാസ് വരുമ്പോൾ നാഷണൽ ഇക്വിലിബ്രിയം, പ്രിസണേഴ്സ് ഡിലെമ, അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ വരുമ്പോൾ എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറും പഠിക്കുക. പിന്നെ എന്താ പഠിക്കാണ്ടേ, അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പഠിക്കുക. പിന്നെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഒളിഗോപോളിയിലൊക്കെ വരുമ്പോൾ കൊലൂസീവ്, നോൺ കൊലൂസീവ്, ഫാക്ടർ പ്രൈസിങ്, ജനറൽ ഇക്വിലിബ്രിയം തിയറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ ഒറ്റ ടോപ്പിക് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അസമെട്രിക് ആൻഡ് വെൽഫെയർ, അസമെട്രിക് ഇൻഫോർമേഷനൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി മാക്രോയിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം, ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ മോഡൽസ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, മൾട്ടിപ്ലയർ, ആക്സിലേറ്റർ, മണി ആൻഡ് ISLM മോഡൽ, ഇൻഫ്ലേഷൻ, ഫിലിപ്സ് കർവ്, ബിസിനസ് സൈക്കിൾ, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി, റാഷണൽ എക്സ്പെക്ടേഷൻ. ഇതുപോലെ എന്താ ഒരു കുട്ടി ടോപ്പിക് ആയിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു പഠിക്കില്ല. എന്താണ് കൺസംഷൻ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് തൊട്ട് ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു ഏരിയാസിൽ നിന്നും പഠിക്കാനുണ്ട്. ഇവിടേക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് ഡിമാൻഡ് ഒക്കെ നമ്മുടെ ഫിഷറിന്റെ ഡിമാൻഡ്, കേംബ്രിഡ്ജ് വേർഷൻ, കെയ്ൻസ്, ഫ്രീഡ്മാൻ, ബൗമോൾ, ടോബിൻ, ഇതൊക്കെ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. കൺസംഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ അബ്സലൂട്ട്, റിലേറ്റീവ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, ഇൻഡർ ടെമ്പോറൽ ചോയ്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് ഒക്കെ വരുമ്പോൾ ജോക്സിന്റെ മോഡൽ, നിയോ ക്ലാസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ്, അതൊക്കെ പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യനെ, ന്യൂ ക്ലാസിക്കലെ, ന്യൂ കെയ്നീഷ്യനെയൊക്കെ നിങ്ങൾ എന്തിനാ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പഠിക്കണം. ക്ലാസിക്കൽസ്, ന്യൂ ക്ലാസിക്കൽസ്, റാഷണൽ എക്സ്പെക്ടേഷൻസ്, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇൻഫ്ലേഷൻ, ഫിലിപ്സ് കർവ് പഠിക്കുമ്പോൾ ലോങ് റൺ ഫിലിപ്സ് കർവ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം പഠിക്കാൻ. സ്റ്റാറ്റി വരുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്, ഇതിൻ്റെ അകത്ത് റിഗ്രഷൻ അനാലിസിസ്, ബ്ലൂ, ഇതൊക്കെ റിഗ്രഷനിന്നൊക്കെ ഈ എക്കണോമെട്രിക്സിന് അത്ര ഡീപ്പായിട്ട്, എസ്പെഷ്യലി നമ്മുടെ CLRM ഇല്ലേ, അതായത് ക്ലാസിക്കൽ റിഗ്രഷൻ ലീനിയർ മോഡലിൽ അസംഷൻസ് പഠിക്കുക. അതിൻ്റെ ഡീവിയേഷൻസ്, അതായത് ഹെട്രോസെറാസിറ്റി, ഓട്ടോ കോറിലേഷൻ, മൾട്ടി കോലീനിയാരിറ്റി എന്താന്ന് പഠിക്കുക. ആ ടെസ്റ്റുകൾ ഏതാന്ന് പഠിക്കാം. ഓർഡർ കണ്ടീഷൻ, റാങ്ക് കണ്ടീഷൻ, പിന്നെ ഇതൊക്കെയാണ്. പിന്നെ പ്രോബബിലിറ്റിയുടെ കേസിൽ ആ പ്രോബബിലിറ്റിന്ന് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുക, അത്രയും വാസ്റ്റ് ആയിട്ടാണ് അവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത്. ടെസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പി വാല്യൂസ് കാണുന്നത്, ബ്ലൂ, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് സൈമിൾട്ടേനിയസ് ഇക്വേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാത്തമാറ്റിക്കൽ എന്ന് വരുമ്പോഴത്തേക്ക് സെറ്റ്, ഫംഗ്ഷൻ, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ലീനിയർ ഓൾജിബ്ര, ഒപ്റ്റിമൈസേഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇതിൻ്റെ അത് നേരത്തെയൊക്കെ ഡിഫറൻസ് ഡെറിവേറ്റീവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ചോദ്യം വരുന്നുണ്ട്. അതിൽ ഡെറിവേറ്റീവും ഇൻ്റഗ്രലും പഠിച്ചാൽ മാത്രമേ ആ ഒരു സാധനം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരും നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഇപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ തന്നിട്ട് മാർജിനൽ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് അല്ലേ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഏരിയസ്, അതുപോലെ ഡിമാൻഡിനെ വെച്ചിട്ട് കണക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം, കോബ് ഡഗ്ലസിനെ വെച്ച് കണക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അതൊക്കെ ഈ ഒരു ഏരിയാസിൽ നിന്നാണ് വരുന്നത്. ഇനി ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ട്രേഡ് തിയറീസ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, BOP, എക്സ്ചേഞ്ച് റേറ്റ്, ട്രേഡ് പോളിസി, WTO, IMF, വേൾഡ് ബാങ്ക്, ഇതിൻ്റെ അകത്തൊക്കെ ആ ഒരു നെഗോഷിയേഷൻ നടന്ന വർഷങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. പിന്നെ എല്ലാ തിയറീസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ തിയറീസ്, ക്ലാസിക്കൽ ആൻഡ് മോഡേൺ. ഇതിൻ്റെ അകത്ത് ഈ ഗ്രോത്തും ഇൻ്റർനാഷണലും ഒക്കെ വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറി എന്താണ്, ഏത് വർഷമാണ് വരുന്നത്, ആര് കൊണ്ടുവന്നു, തിയറിയുടെ പേര് അസംഷൻ. അസംഷനിൽ നിന്നാണ് മാക്സിമം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്താണ് പഠിക്കുന്നത്? അസംഷൻസ് വിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണലിലും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലും അസംഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അസംഷൻസ് വിട്ട് കളയരുത്. ഇനി പബ്ലിക് എക്കണോമിക്സ് വരുമ്പോൾ മാർക്കറ്റ് ഫെയിലിയറിനെ പറ്റി, മറ്റേ പബ്ലിക് ഗുഡ്സ്, ക്ലബ് ഗുഡ്സ്, കോമൺ ഗുഡ്സ്, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരാറ്. എന്നിട്ടും മിക്കവരും തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അത്രയും സിമ്പിളാണ്. ടാക്സേഷൻ, അതായത് നമ്മുടെ കാനൻസ് ഓഫ് ടാക്സേഷൻ, കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒക്കെ ആര് കൊണ്ടുപോകുന്നു പഠിക്കണം. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെറ്റ്, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി. ഇനി മണി ആൻഡ് ബാങ്കിങ് വരുമ്പോൾ മണി സപ്ലൈയുടെ കേസിൽ നമ്മുടെ M1, M2 അതില്ലേ, അതൊക്കെ ഭയങ്കര. അതുപോലെ ന്യൂ അഗ്രിഗേറ്റ്സിനെ ആസ്പദമാക്കിയിട്ട് പഠിക്കണം. അതൊക്കെ ചോദിക്കാറുണ്ട്. അതിന് സെൻട്രൽ ആൻഡ് മോണിറ്ററി പോളിസി ടൂൾസ്, ക്യാപിറ്റൽ മാർക്കറ്റ്, MBFCസും. ഇതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ ഏതാണ് ഷോർട്ട് ടേം, ഇപ്പോൾ ട്രഷറി ബിൽസ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഷോർട്ട് ടേം അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ വന്നത് ഏതാ, ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നത് ഏതാ, അതൊക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ സോളോയുടെ ആയിരുന്നു ഏറ്റവും ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നത്. പിന്നെ ഹാരോഡോമർ മോഡലായി. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ. അൺബാലൻസ്ഡ് ആൻഡ് ബാലൻസ്ഡിൽ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം ഉണ്ടാവും. റോസ്റ്റോയിൽ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം ഉണ്ടാവും. അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വരുന്നത്. പിന്നെന്താ, പോവേർട്ടി, ഇൻഇക്വാളിറ്റി, HDA ഷുവറാണ്.
ഈ പോവേർട്ടിയിൽ നിന്നും ഷുവറാണ്, ഉറപ്പായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്നും വരും കേട്ടോ. ഇനി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ എൻവയോൺമെന്റ് ഈ നമ്മുടെ ഇത് മെഷർ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, എൻവയോൺമെന്റിനെ മെഷർ ചെയ്യുന്നത് നമ്മുടെ കണ്ടീജന്റ് വാല്യൂഷൻ മെത്തേഡ്, ട്രാവൽ കോസ്റ്റ് മെത്തേഡ്, ഹെഡോണിക് പ്രൈസിങ്. അതിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നു. പോപ്പുലേഷൻ തിയറീസിൽ നിന്ന് ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതിൽ നിന്ന് ഉറപ്പാണ്. മൈഗ്രേഷൻ, മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി 100% ഉറപ്പാണ്. ഡെമോഗ്രാഫിക് ഡിവൈഡിൽ നിന്ന് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്കണോമിക്സ് എൻവയോൺമെൻറ്റ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതിൽ നിന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കരുതെന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അത്ര നിങ്ങൾക്ക് ചോദിക്കണം എന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഇനി ഇന്ത്യൻ എക്കോണമി വരുമ്പോൾ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ചേഞ്ച്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ്, ഫോറിൻ ട്രേഡ്, BOP, ഇൻഫ്രാസ്ട്രക്ചർ, PPP, FRBM, ഫിനാൻസ് കമ്മീഷൻ, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്. ഇപ്പം ഇന്ത്യൻ എക്കോണമി പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എടുക്കുക, നമ്മുടെ ബഡ്ജറ്റ് എടുക്കുക, എക്കണോമിക്സ് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഈ വർഷമാണ് നിങ്ങൾ എഴുതണമെങ്കിൽ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എടുക്കണം കേട്ടോ. എക്കണോമിക് സർവേ ആയാലും ബഡ്ജറ്റാണ്, അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻറ്റ് ഡേറ്റ വെച്ച് തന്നെ വേണം ഇതിൻ്റെ അകത്ത് പഠിക്കുക. ഇത് കാണുമ്പോൾ ഇതിൻ്റെ അത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ സാധനം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാലും നേരത്തെ അസംഷൻസ് ഒന്നും വിട്ടുവരുത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ക്രോണോളജീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതായത് മൈക്രോയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഇപ്പോൾ മൈക്രോയിൽ തന്നെ കുറേ തിയറീസ് വന്നില്ലേ, അതിൻ്റെയൊക്കെ ടൈം ലൈൻ പഠിക്കുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ തിയറീസിൻ്റെയും ടൈം ലൈൻ പഠിക്കുക. ആക്റ്റുകളുടെ ടൈം ലൈൻ, ടാക്സ് റിഫോംസുകളുടെ ടൈം ലൈൻ, അതുപോലെ ഓരോ കൺവെൻഷനുകളുടെ ടൈം ലൈൻ മീൻസ് ക്രോണോളജികൾ എല്ലാം കുറേ ക്രോണോളജി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ ടാക്സ് ഒക്കെ ആണെങ്കിൽ 1937 തൊട്ടുള്ള തുടങ്ങണം. അവിടെ 1924 തൊട്ട് നിങ്ങൾ വേണം അവിടെ നിന്ന് തന്നെ വേണം കേട്ടോ തുടങ്ങാൻ. ഇനി നമ്മുടെ എലിജിബിലിറ്റി, നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് 55%, മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ് കേട്ടോ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത്. നിങ്ങൾ മാസ്റ്റേഴ്സ് പാസ്സായവർക്കും അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണെങ്കിലും ഈ ഒരു എക്സാം എഴുതാം. അതായത് 55% മാർക്ക് വേണം ജനറലും EWSകാർക്കും. OBC, SC, ST, PWDക്കാർക്ക് 50% മതി. തേർഡ് ജെൻഡറിനുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാണ് 55 വേണ്ടത്? ജനറൽ ആൻഡ് EWSനാണ്. ബാക്കിയുള്ളവർക്ക് 50% മതി. ഫൈനൽ ഇയർ PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി 4 വർഷത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ 4 വർഷത്തെ UG ആണല്ലോ. 4 വർഷത്തെ ആണെങ്കിൽ 75% മാർക്ക് വേണം. ഇൻ 4 ഇയർ UG പ്രോഗ്രാമിന് എത്ര വേണം? 75%. ഇനി JRFനും PhD അഡ്മിഷൻ എലിജിബിൾ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസറിന് എലിജിബിൾ അല്ല. എന്താണ്? അസിസ്റ്റന്റ് പ്രൊഫസറിന് എലിജിബിൾ അല്ല കേട്ടോ. ഇനി സബ്ജക്റ്റിന് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഏത് സബ്ജക്റ്റാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ PGയിലെ എക്കണോമിക്സ് ആണെങ്കിൽ എനിക്ക് എക്കണോമിക്സിൽ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇപ്പോൾ എക്കണോമിക്സ് ആ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ മാത്രം, എക്കണോമിക്സ് ഓൾറെഡി ഉണ്ട് എന്നാലും ഇല്ലെങ്കിൽ മാത്രമാണ് എൻ്റെ റിലേറ്റ് ചെയ്ത സബ്ജക്റ്റിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? PG ഏത് വിഷയമാണോ അതിലാണ് നെറ്റ് എഴുതാൻ പറ്റും. ഇനി JRFന് ഏജ് ലിമിറ്റ് ഉണ്ട് 30 വയസ്സ് വരെ. ഇപ്പോൾ നിങ്ങൾ ഈ 2026 ജൂണിലാണ് എഴുതണമെങ്കിൽ 1/6/2025 നിങ്ങൾക്ക് 30 വയസ്സ് അതിന് മുമ്പ്, അതായത് 1/6/2025 നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. OBC, SC, ST, PWD, വുമൺ ആൻഡ് തേർഡ് ജെൻഡറിന് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റിസർച്ച് എക്സ്പീരിയൻസിന് ആംഡ് ഫോഴ്സുകാർക്കും ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ PhDക്ക് വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ JRFനാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഏതിനാണ്? JRFന് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhDക്ക് ഏജ് ലിമിറ്റ് ഇല്ല. ഇനി ആരൊക്കെ നെറ്റ് ക്വാളിഫൈ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്? അവർക്ക് നെറ്റിൻ്റെ ആവശ്യമില്ലാത്തത് 1989 JRF ക്വാളിഫൈ ചെയ്തവർക്ക് വേണ്ട. അതിൽ 1 ജൂൺ 2002 1 ജൂൺ 2002 സെറ്റ് ക്വാളിഫൈ ചെയ്തവർക്കും ഓൾ ഇന്ത്യ ലെവലിൽ വാലിഡ് ആണ്. അതിന് ശേഷമായിട്ടുള്ളവർക്കാണ് സ്റ്റേറ്റ് വാലിഡിറ്റി മാത്രമേ സെറ്റിനുള്ളൂ. ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി നെറ്റ് എക്കണോമിക്സ് ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ്. സോ റൈറ്റ് സ്ട്രാറ്റജിയും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂല്ലേ. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഈ സിലബസിലേക്ക് കാണിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് കുറേ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല വേറെ എന്താ പ്രശ്നമുള്ളത്? നമുക്ക് എന്തോരം ക്രോണോളജീസ് പഠിക്കാനുണ്ട് അല്ലേ, എന്തോരം കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് എന്തോരം പഠിക്കാനുണ്ട്. ക്രോണോളജി തന്നെ എന്താ നമ്മൾ പഠിച്ചാൽ തീരില്ല. അതിൻ്റെ കൂടെ തന്നെ ബഡ്ജറ്റ്, എക്കണോമിക് സർവേ, അങ്ങനെ വാസ്റ്റാണ്. എക്കണോമിക്സ് അത്രയും വാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തന്നെ അത് പഠിക്കാൻ പറ്റില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞു എവിടം തൊട്ടുള്ള ക്രോണോളജി, സ്റ്റാർട്ടിങ് തൊട്ടുള്ള ക്രോണോളജി വേണം. സോ നിങ്ങൾക്ക് അതെല്ലാം തന്നെ കണ്ടെത്തി പഠിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് വീക്ക്ലി ഇപ്പോൾ ഞാൻ ഇന്ന്
ഒരു ടോപ്പിക് കൺസംഷനെ പറ്റി പഠിച്ചു, അതിനെപ്പറ്റി ഞാനൊരു വീക്ക് പഠിച്ചു, അതിനെപ്പറ്റി ഞാനൊരു വീക്ക്ലി ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യും. PYQs ഞാൻ പഠിച്ചതിന് ശേഷം എനിക്ക് PYQs ചേഞ്ച് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ നിന്ന് കണ്ടെത്തും. എങ്ങനെ ക്രോണോളജീസ് കണ്ടെത്തും, ബഡ്ജറ്റിൽ ഞാൻ ഇങ്ങനെ ഫുൾ ഇത്രയും ബഡ്ജറ്റ് പഠിക്കും, എക്കണോമിക് സർവേ മൊത്തം ഞാനിങ്ങനെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ക്യാപ്സ്യൂൾ ഫോം എന്ന് ഞാൻ പറയില്ല, എല്ലാം കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് ഇന്നത് മാത്രം പഠിച്ചാൽ മതി, ഇന്നത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് JRF സ്വന്തമാക്കാം, അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ CCനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ പൊക്കുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് 8086881144. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാൻ പറ്റും. അപ്പോൾ ജൂൺ 2020 നെറ്റ് ക്രാക്ക് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. അതുകൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും അവൈലബിൾ ആണ്. നമ്പർ പൊക്കത്തന്നെ അതായത് നമ്മുടെ നെറ്റ് എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആയിട്ട് പോൾസ്, അതായത് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാം ഈ ഫ്രീ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്